നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, യേശുവിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏതൊക്കെ വ്യവസ്ഥകളിലാണ് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. യേശുവിന് വേണ്ടി ജീവിക്കാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്? ചിലർ പറയും, who desire to live in godly, they should have an aim to follow the scriptures of Christ. Hallelujah. ദൈവത്തിന്റെ സ്ക്രിപ്ചേഴ്സ് ഫോളോ ചെയ്ത് നടക്കുന്ന ചില ദൈവ പൈതങ്ങളുടെ ഏതൊക്കെ വ്യവസ്ഥയിലാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു കൊടുത്തത് എന്നതൊക്കെ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും വായിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും. ഒന്ന് തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, ഞാൻ നിന്നെ പഠിപ്പിച്ച ചില സത്യങ്ങളുണ്ട്. എന്താണ് ഞാൻ പഠിപ്പിച്ച ചില സത്യങ്ങൾ? എന്താണ് ഈ സത്യം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? നിങ്ങൾക്ക് POC പോലും വായിക്കുന്നതുകൊണ്ടാണ് അത്രയും കൺഫ്യൂഷൻസ് വരുന്നത്. ഞാൻ പഠിപ്പിച്ച സത്യം എന്നൊക്കെ അതിൻ്റെ പറയും. POC പോലും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അകത്ത് ചില ഇച്ചിരൂടെ ഇലാബറേറ്റ് ചെയ്തൊക്കെ NSB ബൈബിളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സത്യം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, എന്താണ് ഈ സത്യം എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പം NSB ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വ്യക്തമായി ഡോക്ട്രിൻ എന്നൊക്കെയാണ്, ടീച്ചിങ്സ് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ എന്താണ് ഡോക്ട്രിൻ, എന്താണ് ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ പറ്റി വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്ന, യേശുക്രിസ്തു കാണിച്ചു തന്ന രീതികൾ, യേശുക്രിസ്തുവിന്റെ ഡോക്ട്രിൻ, ഇതൊക്കെ നീ എന്ത് ചെയ്യണം? ഇതൊക്കെ സത്യമായത് അസത്യമാണ്. ഈ സത്യത്തെ നീ എന്ത് ചെയ്യണം? നീ ഫോളോ ചെയ്യണം. എന്താണ് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ? ഫസ്റ്റ് വാക്യം ഒന്ന് വായിച്ചു തന്നെ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങൾ. അപ്പൊ പൗലോസിനോട് പറയാം, ഞാൻ നിന്നെ പഠിപ്പിച്ച സത്യം, ഡോക്ട്രിൻ, ദ ട്രൂത്ത് ഓഫ് ക്രൈസ്റ്റ്. എന്താണ്? യേശു പൗലോസിന് പറഞ്ഞു കൊടുത്ത സത്യം പൗലോസ് എന്ത് ചെയ്തു? അത് തിമോത്തിയോസിന്റെ കൈമാറി. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നിനക്ക് സത്യത്തിന്റെ വചനം നൽകിയിട്ടുണ്ട്. എന്തിന്റെയാണ്? സത്യത്തിന്റെ വചനം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. ഈ സത്യത്തിന്റെ ഡോക്ട്രിൻ മാത്രമേ നീ എന്ത് ചെയ്യാവൂ? നീ ഫോളോ ചെയ്യാവൂ. പുതിയ ആൾക്കാര് പൊട്ടി വന്ന് അവരുടേതായിട്ടുള്ള ചിന്തകളിൽ അവരെന്തെങ്കിലുമൊക്കെ പറയും. അവരുടെ കൺസെപ്റ്റിൽ അവർ യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കും. അവരുടെ ചിന്തയിൽ അവർ യേശുക്രിസ്തുവിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരുടെ പഠിപ്പിക്കലോ അവരുടെ ടീച്ചിങ്സിന്റെ അകത്ത് ഒന്നും എന്ത് കാണത്തില്ല. There won't be any truth, there won't be any doctrine, they don't want any scholars or any scriptures ideas about Christ. അവരുടെ ബുദ്ധിയിൽ തോന്നുന്നത് അവരെന്ത് ചെയ്യും? നമ്മളെ നമ്മുടെ അകത്ത് ഇഞ്ചക്ട് ചെയ്യും. ഞാൻ പറയാൻ മനസ്സിലായോ? അതുകൊണ്ടാണ് തിമോത്തിയോസ് ഞാൻ പഠിപ്പിച്ച സത്യത്തെ നീ കൈവിടരുത്. ഹല്ലേലൂയ. സത്യം അല്ലെങ്കിൽ അതിന്റെ ഡോക്ട്രിൻ എന്നൊക്കെ അതിന്റെ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ അതിന് ഡിഡാസ്കലിയ എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. എന്താണ് ഡിഡാസ്കലിയ എന്ന് വെച്ചാൽ? ഇൻസ്ട്രക്ഷൻ എന്നാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? ഞാൻ നിന്നെ ഇൻസ്ട്രക്ട് ചെയ്ത കാര്യം അത് സത്യത്തിൽ നിന്നാണെന്ന് നീ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ്? യു ഹാവ് എ ഗുഡ് ഇൻസ്ട്രക്ടർ. നിനക്ക് നല്ലൊരു ഇൻസ്ട്രക്ടർ ഉണ്ട്. നീ നല്ലൊരു ഇൻസ്ട്രക്ഷനിലാണ് നീ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഫസ്റ്റ് ബേസ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ പഠിപ്പിച്ച പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ച സത്യത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. എന്ന് വെച്ചാൽ ഡോക്ടറിനെ മുറുകെ പിടിച്ചുകൊള്ളണം. യേശുക്രിസ്തുവിന്റെ ക്രിസ്റ്റോളജിയെ നീ മുറുകെ പിടിച്ചോണ്ട് വേണം ക്രിസ്തുവിന്റെ കൂടെ യാത്ര ചെയ്യാൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ കുറെ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, പഴയ നിയമം നിങ്ങൾ വായിക്കേണ്ട, നമുക്കുള്ളവരെന്നൊക്കെ പറഞ്ഞു. നിങ്ങള് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെ കേട്ട് നീ അതിനകത്ത് ഫോളോ ചെയ്യരുത്. നമുക്കുള്ളത് അത് യഹൂദന്മാർക്ക് എഴുതിയതാന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിലെ പഴയ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പല പ്രാവശ്യം നിങ്ങൾ റിപ്പോർട്ട് ഔട്ട് ചെയ്താണ്. പഴയ നിയമം ഈസ് ദ ഫസ്റ്റ് വോയിസ് ഓഫ് ദ ഗോഡ്. ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ദ ലാസ്റ്റ് വോയിസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ ആദ്യ ശബ്ദമാണ് പഴയ നിയമവും,
ദൈവത്തിന്റെ അവസാന ശബ്ദമാണ് പുതിയ നിയമം. ഹല്ലേലൂയ. ഇതുപോലും അറിയാത്ത പല ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? അവർ വ്യാഖ്യാനിച്ച് അസത്യത്തെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇൻജക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എന്താണ്? നീ ഡോക്ടറിനെ മുറുകെ പിടിച്ചു കൊള്ളണം. ആ ഡോക്ടർ എന്നുള്ള കയറിനെ നീ എന്ത് ചെയ്യണം? നീ മുറുകെ പിടിച്ചു വേണം നീ നിന്റെ ലൈഫിലേക്ക് യാത്ര ചെയ്യാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത് ഒന്നാമത്തെ കാര്യമാണ് നീ ഡിഡാസ്കലിയെ, നീ ഇൻസ്ട്രക്ഷനെ, ദൈവം തന്ന ഇൻസ്ട്രക്ഷനെ നീ ഫോളോ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. കഷ്ടതയിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളും ദുരിതങ്ങളിലും you should follow ഡിഡാസ്കലിയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ നോക്കിക്കോണമേ, പൗലോസ് യേശുക്രിസ്തുവിനെ പറ്റി അത്രമാത്രം അറിവ് അവനുണ്ടായിരുന്നു. ഒന്നാമത് തന്നെ അവൻ ഭയങ്കര അറിവുള്ളവനായിരുന്നു. അതിലുപരിയായി ദൈവത്തിന്റെ ശക്തിയേറിയ അറിവ് അവന്റെ അകത്ത് വന്നു. ഹോളി സ്പിരിറ്റ് അവന്റെ മേൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ അറിവുകളും അവന്റെ മേൽ നൽകി അവൻ ഡോക്ടറിനെ വിടാതെ എന്ത് ചെയ്തു? അവൻ പല സ്ഥലങ്ങളിലും യേശു ക്രിസ്തുവിനെ പറ്റി പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. എന്താണ് അവൻ നടത്തിയ പ്രഖ്യാപനം? യേശുവാണ് ദ സേവിയർ. ഹല്ലേലൂയ. അവൻ ഞാൻ പഠിച്ച ഡോക്ടറിനും ഞാൻ പഠിച്ച ഇൻസ്ട്രക്ഷനും എന്നെ പഠിപ്പിച്ച ഇൻസ്ട്രക്ഷനും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, God Jesus Christ is the savior. Hallelujah. രണ്ടാമത്തെ വാക്യം വായിച്ചോ. എന്റെ ജീവിത രീതിയും എന്റെ manner of life, എന്റെ ജീവിത രീതി. ആരുടെ ജീവിത രീതി? ഇവൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. എങ്ങനെ? ഡോക്ടറും പഠിച്ച യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഇവൻ പണ്ട് പച്ച കുത്തിയും തലയ്ക്കകത്ത് മുള്ളും പച്ചൊക്കെ ഇവൻ നടന്നുകൊണ്ടിരുന്നതാ. യേശു ക്രിസ്തുവിനെ അങ്ങ് സ്വീകരിച്ചു. പച്ച ഇപ്പോഴും അവന്റെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ക്യാരക്ടറിന് എന്ത് പറ്റി? There's something, some manner has come upon him. അവന്റെ അകത്തോട്ട് എന്തോ ഇറങ്ങി വന്നു. എന്താണ്? There is a change of manner. Hallelujah. അവന്റെ ജീവിത രീതിക്ക് ഒരു എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ് the second step. എന്താണ്? അവന്റെ ജീവിത ശൈലിക്ക് ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെയല്ല എന്റെ എഴുതിയിരിക്കുന്നത്. എന്താണ്? അതോട് വായിച്ച ആ വീടൊന്നോട് വായിച്ച എന്താണ്? ജീവിത രീതി. അവന്റെ ജീവിതം ഇന്നലത്തെ രീതിയല്ല ഇന്നവന്റെ ഉണ്ടാവുന്നത്. അവന്റെ ലൈഫിൽ ഒരു മാനറിസം ഉണ്ടാകും. എന്താണ്? His life will be changed from one place to another place. Hallelujah. ഒരു ക്യാരക്ടറിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്വഭാവ ചിന്തയിൽ നിന്നും മറ്റു വേറൊരു സ്വഭാവത്തിലേക്ക് അവൻ അറിയാതെ മാറുന്ന ഒരു ക്യാരക്ടർ ആരിലുണ്ടാകും? സത്യം അറിഞ്ഞ, സത്യത്തെ അന്വേഷിച്ചു പോയ ഒരു വ്യക്തിക്കുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീമോഥെയോസിനോട് പറഞ്ഞത്, തീമോഥെയോസേ, നീ എന്റെ ജീവിത ശൈലിയൊക്കെ നീ കണ്ടതല്ലേ? അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ നിനക്കൊരു ജീവിത രീതി ഉണ്ടാകണം. There should have a manner of life. നിനക്കൊരു മാനറിസം എന്നൊക്കെ പറയും. മാനറിസം എന്തുണ്ടാകണം? ക്രൈസ്റ്റിന്റെ മാനറിസം ആർക്കുണ്ടാകണം? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതിനെ ഗ്രീക്ക് പദത്തിൽ അഗോഗെ എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? അതിന്റെ അർത്ഥം മോഡ് ഓഫ് ലൈഫ് എന്നാണ്. അഗോഗയുടെ അർത്ഥം എന്താണ്? മോഡ് ഓഫ് ലൈഫ്. പല മോഡ് ഉണ്ടാവും ലൈഫിനില്ലേ? ഇല്ലേ? പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് കള്ളുകൂടി മോഡുണ്ടാവും. ലോകത്തോട് അട്രാക്ട് ചെയ്യുന്ന ഒരു മോഡുണ്ടാവും. എങ്ങനെയും മറ്റുള്ളവന് ഭാരം വെക്കണം എന്നുള്ള മോഡ് ഓഫ് തിങ്കിങ് ഉണ്ടാവും. പല രീതിയിലുള്ള മോഡ് ഓഫ് തിങ്കിങ് ആയിരിക്കും ഒരിക്കലും നമ്മൾ വേൾഡ് ജീവിക്കുമ്പോൾ. പക്ഷെ ക്രിസ്തുവിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ സ്പിരിച്വൽ മോഡ് ഓഫ് ലൈഫ് നിന്നിലേക്ക് ഇംപ്ലിമെന്റ് ആകും. ഹല്ലേലൂയ. അത് നീ നാടകം കളിക്കേണ്ട, നീ ഡ്രമാറ്റിക് ആകണ്ട. ഓട്ടോമാറ്റിക്കലി വൺസ് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, വൺസ് യു അക്സെപ്റ്റ് ദ ഡോക്ട്രിൻ ഓഫ് ദ ലോർഡ്, യുവർ ലൈഫ് വിൽ ബി ചേഞ്ച് ഫ്രം വൺ manner to another manner. നിങ്ങൾ യഥാർത്ഥ ഡോക്ടറിന്റെ അകത്താണെങ്കിൽ your life will be changed, and hence it's called the new mannerism will be accepted by your body. Hallelujah. യേശുവേ ആരാധന. അതുകൊണ്ട് നിന്റെ ജീവിത ശൈലിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. എന്താണ്? അങ്ങനെയല്ല പറഞ്ഞേ. ഒന്ന് വായിച്ചേ, രണ്ടാമത് വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്റെ ജീവിത രീതിയും. അപ്പൊ പൗലോസിന്റെ ജീവിത രീതി കണ്ടിട്ട് തിമോഥെയോസേ നീ ഫോളോ ചെയ്യാനാ പറയുന്നത്. അതുകൊണ്ട് നമ്മളടുത്ത് ബൈബിൾ പറയാണ്, യേശു ക്രിസ്തുവിന്റെ ജീവിത രീതി പൗലോസ് ഫോളോ ചെയ്തെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇനി മൂന്നാമത്തേത് വായിച്ചോ. ലക്ഷ്യവും. എന്താണ് പർപ്പസ് അല്ലെങ്കിൽ എയിം എന്തായിരിക്കും? നമുക്ക് ലോകത്തിലിരിക്കുമ്പോൾ നമുക്കൊരു എയിമായിരിക്കും. ആത്മീയത വന്നാലും ദൈവത്തെ ആണ് എനിക്ക് ഫോളോ ചെയ്യണമെന്ന് ഒരു മനസ്സ് നമുക്കുണ്ടാകും. അതേ സമയത്ത് തന്നെ നമുക്ക് വേറെ ചിന്തകൾ ഉണ്ടാകും.
അതെങ്ങനെ ആയിരിക്കും പറയാമോ? ഇപ്പൊ എക്സാമ്പിള് ജസ്റ്റ് പാട്ടൊക്കെ വായിക്കുക. ഇപ്പൊ ഞാനിങ്ങനെ ആത്മീയത ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നിറഞ്ഞുകൊണ്ട് നിന്നപ്പോ ജസ്വിനെക്കാട്ടിൽ എനിക്ക് വലിയവനാകണം എന്നൊരാഗ്രഹം എനിക്കുണ്ടാകാം. പക്ഷെ ജസ്വിന്റെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കാട്ടി ശക്തമായ ആത്മാവിന്റെ ശക്തി എനിക്ക് ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട്. ഈ രണ്ടാഗ്രഹം എന്താണ്? ഒന്ന്, ജസ്വിനേക്കാളിൽ എനിക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ജസ്വിന്റെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ജസ്വിനെക്കാട്ടിൽ കൂടുതൽ ഉണ്ടാവണമെന്ന് ഒരാഗ്രഹമുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ഈ രണ്ടേയും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്താണ് ഒന്നാമത്തെ ഡിഫറൻസ്? എന്താണ്? ഇവനെ എങ്ങനെങ്കിലും എനിക്ക് ചവിട്ടി താത്ത്, എനിക്ക് കഴിവില്ലെങ്കിലും ഇവനെ കഴിവ് ഇല്ലാതാക്കണം എന്നുള്ള എയിം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഇവനെക്കാട്ടിൽ ശക്തമായി വ്യാപരിക്കണമെന്നൊരു എയിം എനിക്കുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അതെന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ എയിമാണ്. എന്താണ്? സ്പിരിച്വൽ എയിം. ഹല്ലേലൂയ. മറ്റെന്ത് എയിം എന്താണ്? വേൾഡ് എയിം. എന്താണ്? സ്വന്തം സഹോദരനെ ചവിട്ടി താത്തി ഞാൻ വലിയവനാകണം. ഇത് ക്രിസ്തുവിന്റെ എയിം അല്ല. സ്തോത്ര, ഹല്ലേലൂയ. സ്പിരിച്വൽ എയിം എന്ന് വെച്ചാൽ എന്താണ്? യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എനിക്ക് ശക്തമായി യേശു എന്ത് ആഗ്രഹിക്കുന്നു, യേശു എന്നെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു അതെനിക്ക് ചെയ്യണം എന്നുള്ള പർപ്പസ് മൈൻഡ്, ഹല്ലേലൂയ, നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. അതിനർത്ഥം എന്താണ്? പ്രോതിസീസ്. എന്താണ്? പ്രോതിസീസ്. അതിന്റെ ഗ്രീക്ക് പദമാണ് പ്രോതിസീസ്. To expand before God. ആദ്യത്തെ യേശുവിന്റെ ഫ്രണ്ടിലാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. ആദ്യത്തെ വ്യവസ്ഥ യേശുവിന്റെ ഫ്രണ്ടിലാണോ? എന്താണ്? മനുഷ്യന്റെ മുന്നിൽ ഞാൻ എന്നെ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. റൈറ്റ് ഓർ റോങ്? എന്താണ്? മനുഷ്യന്റെ മുന്നിൽ എന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ എന്താണ്? യേശുവിന്റെ സന്നിധിയിൽ എന്നെ എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നെ എക്സ്പാൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല, എന്നെ എക്സ്പാൻഡ് ചെയ്യാൻ ഹോളി സ്പിരിറ്റിനെ സാധിക്കത്തുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. എന്നെ എക്സ്പാൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല, ബട്ട് ഹോളി സ്പിരിറ്റിന് എന്റെ എയിമിന്റെ അകത്ത് വന്ന് എന്നെ എക്സ്പാൻഡ് ചെയ്യാം എന്ന് എനിക്ക് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ, ഞാൻ എന്റെ എക്സ്പാൻഡേഷൻ എല്ലാം ആരെ കൊടുക്കുകയാണ്? ദൈവാത്മാവിന്റെ കൊടുക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന്റെ ഡോക്ടറിൽ കൂടെ നടന്നാൽ, അവൻ ആഗ്രഹിക്കുന്നതിൽ ഒരു മാനറിസം ലൈഫ് എനിക്ക് ഉണ്ടായാൽ, ഞാൻ അറിയാതെ എന്റെ ദൈവത്തിന്റെ എയിമിലേക്ക് ഞാൻ നടന്നു നീങ്ങും. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവൈദ്യനെ നിനക്കൊരു എയിം ഉണ്ടാകണം. എന്താണ് എയിം ഉണ്ടാകേണ്ടത്? മനുഷ്യനെ എന്ത് പറഞ്ഞോട്ടെ, മനുഷ്യനെ തള്ളിക്കളഞ്ഞോട്ടെ, മനുഷ്യർക്ക് അവസരം തരാതിരുന്നോളട്ടെ, പക്ഷെ ദൈവത്തിന്റെ എക്സ്പാൻഡേഷൻ നിന്റെ അകത്ത് വന്ന മനുഷ്യ, നീ എത്ര ചങ്ങലയിട്ട് നീ ആ മനുഷ്യനെ പൂട്ടാതിരിക്കും. ചങ്ങലകളെല്ലാം പൊട്ടിച്ച് അവിടെ ഒരു ദിവസം പുറത്തു വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിന്റെ എയിം, നിന്റെ പർപ്പസ്, നിന്റെ ചിന്ത എന്തിലായിരിക്കണം? ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം? ഇന്നലെ ഞാൻ ചെയ്തതിനെക്കാട്ടിൽ ഇന്ന് എനിക്ക് ശക്തമായി ചെയ്യണം. ഇന്നലെ എന്റെ കർത്താവിനെ പ്രഘോഷിച്ചതിനെക്കാട്ടിൽ ഇന്ന് എനിക്ക് ശക്തമായി പ്രഘോഷിക്കണം. ഇന്ന് എന്റെ യേശു എന്റെ അകത്തോട് ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ ചൂണ്ടയിട്ട് എന്റെ കർത്താവിന്റെ ഫ്രണ്ടിൽ കൊടുക്കണമെന്നുള്ള എയിമാണ് ഇന്ന് നിനക്കെങ്കിൽ, നാളെ 50,000 പേരെ ചൂണ്ടേറ്റി പിടിക്കാനുള്ള പവർ നിന്റെ അകത്ത് ദൈവം നൽകാം. അതുകൊണ്ടാണ് ദൈവം പത്രോസിനോട് പറഞ്ഞ, പത്രോസെ, നിന്നെ ഇനി മുതൽ ഞാൻ മീൻ പിടിക്കുന്നവനാക്കുമല്ല, ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് ഈ രാത്രി നിനക്കൊരു എയിം ഉണ്ടാകണം, ഒരു സ്പിരിച്വൽ എയിം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ സ്പിരിച്വൽ എയിമിന് എന്താണ് പറയുന്നത്? പ്രോതിസീസ്. ഹല്ലേലൂയ. അതിന് ഒരു ഇന്റൻഷൻ ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. അതിനകത്ത് ഈ ഇന്റൻഷനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞു പിള്ളേരുടെ അടുത്ത് അമ്മമാരൊക്കെ പറയും, പഠിക്കണം. എന്താ? ശരിക്കും പഠിക്കണം. എന്താണ്? അപ്പുറത്തെ വീട്ടിലെ സോമച്ചേച്ചിയുടെ മോളെക്കാട്ടിൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ പറ്റത്തുള്ളൂ. ആ മക്കളുടെ അകത്ത് എന്ത് ചെയ്യും? ഇന്റൻഷൻ ഇട്ട് കൊടുക്കും. പക്ഷെ മക്കളുടെ അകത്ത് നിങ്ങൾ ദൈവത്തിന് ഇന്റൻഷൻ ഇട്ട് കൊടുക്കാമോ? സ്തോത്ര, ഹല്ലേലൂയ. ഒരു പക്ഷെ മക്കൾക്ക് മാർക്കൊക്കെ കുറവായിരിക്കും, പക്ഷെ ദൈവ സന്നിധിയിൽ അവർക്ക് വലിയ മാർക്ക് ദൈവം കൊടുത്തിരിക്കും. ഹല്ലേലൂയ. അവരെ ന്യായമായ രീതി ദൈവം പഠിപ്പിക്കും, അവരുടെ ബുദ്ധി ന്യായമായ രീതി വളർത്തും, ദൈവം അവരെ സംരക്ഷിക്കും. ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തിട്ട് കൊടുക്കണം?
യു ഷുഡ് കീപ് ആൻ എ ഗുഡ് ഇന്റൻഷൻ, ഗുഡ് എക്സ്പാൻഡേഷൻ. ആർക്കിട്ട് കൊടുക്കണം? ക്രിസ്തുവിനെ പ്രതി ഇട്ട് കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവർ ഈ ക്രിസ്തുവിന്റെ എയിമിൽ അവർ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി 4-ാമത്തെ വാക്യം വായിച്ചോ. 4 വായിച്ചോ, പോയിട്ട് വായിച്ചോ. വിശ്വാസം. പിന്നെന്താണ്? പിന്നെ ഫെയ്ത്ത്. ഒന്നെന്തായിരുന്നു? ഫസ്റ്റ് എന്തായിരുന്നു? ഒന്ന് സത്യം. എന്താണ് സത്യം? ഡോക്ട്രിൻ, ഇൻസ്ട്രക്ഷൻ, ഡിഡാസ്കലിയ. ആർക്കുണ്ടാവണം? യേശുവിന് വേണ്ടി വേല ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഒരു മാനറിസം നമുക്കുണ്ടാകണം. അതിനെന്താണ്? ഗ്രീക്ക് പദം എന്താണ്? അഗോഗെ എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? മോഡ് ഓഫ് ലൈഫ് എന്ന് പഠിച്ചു. മൂന്നാമത് എന്താണ്? ഒരു പർപ്പസ്, ഒരു എയിം, ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. എന്താണ് ലക്ഷ്യം? അതിന്റെ ഗ്രീക്ക് പദം എന്താണ്? പ്രോക്തിസിസ്. അതിന്റെ അർത്ഥം ടു എക്സ്പാൻഡ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുന്നിൽ നീ എക്സ്പാൻഡ് ആവുക. മനുഷ്യന് മുന്നിലാണോ? ദൈവത്തിന്റെ മുന്നിൽ നീ എക്സ്പാൻഡ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്? പർപ്പസ് അല്ലെങ്കിൽ പ്രോക്തിസിസ് എന്ന് പറയുന്നത്. ഇനി 4-ാമത് എന്താണ്? ആരുടെ വിശ്വാസമാണ്? പൗലോസിന്റെ അകത്തുണ്ടായിരിക്കുന്ന വിശ്വാസം എന്റെ അകത്തും നിന്റെ അകത്തും വേണം.